ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്. മട്ടനും കോക്കനട്ട് മിൽക്കും കൂടിയുള്ള. ഓക്കെ, അത് ഞാൻ 1 കിലോ മട്ടൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. പിന്നെ ആദ്യം നമുക്ക് ഈ മട്ടൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു 7 പീസ് ഗാർലിക്കും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 1.5 ടീസ്പൂൺ ടർമറിക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ചതച്ചത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടിയില്ല, അതുകൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചാണല്ലോ വേവിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാൻ കുറച്ച് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കല്ല. അപ്പം ഒരു തേങ്ങയുടെയൊക്കെ പാല് പിഴിഞ്ഞിട്ട് ആദ്യം ഒരു 1/4 കപ്പ് പാല് മാറ്റി വെക്കുക. ബാക്കി എടുത്തിട്ട് നല്ല തിന്നായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മട്ടൻ കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിക്കണം. അതിന് പകരം ഇവിടെ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എത്ര മിൽക്ക് തിന്നായിട്ടുള്ള മിൽക്ക് ആഡ് ചെയ്തെന്ന് പറയാം. എനിക്കൊന്ന് 3 കപ്പിൽ കൂടുതൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കറി പോലെ ഉണ്ടാക്കാനാണ്, തിക്കായിട്ട് ഉണ്ടാക്കാനുള്ള മട്ടൻ കറിയല്ല, കറി പോലെ ഉണ്ടാക്കുന്നത്. കുറച്ച് ഗ്രേവി ഉള്ള കറിയാണ്. അതുകൊണ്ട് ഒരു 3.5 കപ്പ് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്. ഒക്കെ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചല്ല കുക്ക് ചെയ്യുന്നത്. ഓക്കെ, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നത് ലാസ്റ്റാണ്. ഓക്കെ, തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കിപ്പോൾ ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മട്ടൻ. മട്ടൻ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, നമുക്ക് അപ്പോഴത്തേന് ആ ഓണിയനൊക്കെ കട്ട് ചെയ്ത് വെക്കാം. ഇത് പിന്നെ വേണ്ടത് നമുക്ക് ഈ ഓണിയൻ, പേളോണിയനും ഈ ജിഞ്ചർ ഗാർലിക്കും ഈ ഗ്രീൻ ചില്ലിയും കറി ലീഫും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പം ഈ വഴറ്റാനുള്ള സാധനങ്ങൾ വെച്ചാൽ 2 കപ്പ് പേളോണിയൻ ഉണ്ട്, ഒരു 8-10 ഗ്രീൻ ചില്ലി ഉണ്ട്. ഓക്കെ, പിന്നെ 5 ഗാർലിക്ക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. പിന്നെ ഈ പൊടികളെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ ഓക്കെ കാശ്മീരി ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡറും ഇത് സ്പൈസി ചില്ലി പൗഡറും എടുത്തേക്കണം. ഓക്കെ, അപ്പം ഇത്രയും വേണം. അപ്പം പിന്നുള്ള മസാലകൾ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും സിനമൺ എടുത്ത് വെച്ചിട്ട് ഒരു 3 പീസ് ഉണ്ട് കേട്ടോ. നല്ല ഒരു മീഡിയം ഇത്രയും സൈസ് സിനമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഓക്കെ, കുരുമുളക് പെപ്പർകോൺസ് എടുത്ത് വെച്ച് 2 ടീസ്പൂൺ പെപ്പർകോൺസ്, 2 ടീസ്പൂൺ ഫെനൽ സീഡ് ഉണ്ട്, കാർഡമം, ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട് 3 ഏലക്ക, പിന്നെ ഒരു 14 ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മസാലകൾ നമുക്കൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാനാണ്. ഓക്കെ, പിന്നെ 1/4 കപ്പ് നല്ല കോക്കനട്ട് മിൽക്ക്. ഓക്കെ, തിക്കായിട്ടുള്ള കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചായാലും മതി. ജസ്റ്റ് നമ്മൾ കുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് കുറച്ച് ഒഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുക. ഓക്കെ, സീസണിങ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറി ലീഫ്, 2 റെഡ് ചില്ലി, കുറച്ച് മസ്റ്റാർഡും പേളോണിയനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അപ്പോൾ ആദ്യം നമുക്ക് ഈ പേളോണിയനും ഗാർലിക്കും ജിഞ്ചറും കറി ലീഫും എന്താ പറയുന്നത് ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെക്കാം. ഓക്കെ, ഇത് ഒന്ന് വഴറ്റാൻ വേണമല്ലോ, അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ആ പേളോണിയനില്ലേ, ചെറിയ ഉള്ളി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു, ലോങ് തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഗാർലിക് ഇങ്ങനെ കട്ട് ചെയ്തു, പിന്നെ ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കറി ലീഫും ഉണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റി എടുക്കാം. ഇതേ ഒരു പാത്രം വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചില്ല, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ശരിക്കും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന മരുന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇത് മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനെ ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാൻ പോവാം. ശരിക്കും പറഞ്ഞാൽ മട്ടൻ ഈ കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കി വെക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ വരും. ഓക്കെ,
വേഗത്തിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, സാൾട്ട് നമ്മൾ ഓൾറെഡി മട്ടനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒത്തിരി സാൾട്ട് ഇല്ല, കുറച്ച് സാൾട്ട് തന്നെ അയച്ചെടുക്കുക. ഇത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് മതി കേട്ടോ. ഒത്തിരി ഇങ്ങനെ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുന്നില്ല. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഓക്കെ, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ഗാർലിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും. ഓക്കെ, കരിയാതെ ഉണ്ടാക്കണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 3 മിനിറ്റ് ഞാൻ ഈ ഗാർലിക്ക് ഇട്ട് വഴറ്റി. ഓക്കെ, ഈ ഗ്രീൻ ചില്ലിയും കറി ലീഫ് കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, 3 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഈ മസാലയില്ലേ, മസാലയൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഓക്കെ, മസാല വറുക്കുമ്പോൾ ഒരു മണം വരും. ഓക്കെ, അതുപോലെ ഒന്ന് വറുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന സിനമൺ സ്റ്റിക്ക് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. ഉണ്ടോ, അതുകൊണ്ടിപ്പം നിങ്ങളെടുക്കുന്ന എത്ര സിനമൺ സ്റ്റിക്കാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 1, 2, 3 സ്റ്റിക്ക് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഹാർഡായിട്ടുള്ള സിനമൺ സ്റ്റിക്സ് അല്ല. ഓക്കെ, നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാനിനി പൊടിച്ചെടുക്കാൻ പോവാം. അതിതുപോലെ ഇങ്ങനെ പൊടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഈ മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ച മസാലയില്ല, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ വറുത്തിയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ മസാലകളില്ലേ, ബാക്കിയുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊന്ന് ഇട്ട് കൊടുത്ത് അതുകൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ 2-3 മിനിറ്റാണ് ഈ പൊടികളെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തു. ഓക്കെ, ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടി. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്ത് വെച്ച മട്ടനില്ലേ, അത് ഒന്ന് തന്നെ ഒന്നിട്ടാതെ നമുക്കിതിനകത്തുനിന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, അപ്പം ഗ്രേവിയിൽ നിന്ന് ആ മട്ടൻ തന്നെ മാറ്റിയിട്ടൊന്ന് നമുക്കിതൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, 2-3 മിനിറ്റ് ഒന്ന് ഇത് മട്ടനും ഈ മസാലയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ 2-3 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ആ തേങ്ങാപ്പാലല്ലേ നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം ഞാനിതെല്ലാം കൂടെ ആ ഗ്രേവിയൊക്കെ ഇതിനകത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത്തിരി ഗ്രേവിയുള്ള മട്ടൻ കറിയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മട്ടൻ വേവിക്കുമ്പം ഒത്തിരി അങ്ങ് വെള്ളം വറ്റിച്ചെടുക്കല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗ്രേവിയൊക്കെ ഉണ്ട്, നന്നായിട്ടിരിക്കുന്നത്. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടോ. മട്ടനകത്ത് ഇതെല്ലാം പിടിക്കണമല്ലോ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഒരു 5 to 10 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മട്ടൻ അവിടെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ കടുക് വറുക്കാനുള്ള ഉള്ളിയില്ലേ, ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് കടുക് വറുത്ത് എടുക്കാം. ഓക്കെ, ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വരുന്നത് നമുക്കപ്പോഴത്തേന് മസ്റ്റാർഡും റെഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുക്കും. റെഡ് ചില്ലിയൊക്കെ ഇട്ട് കൊടുത്ത് വറുത്ത് വരും. ഓക്കെ, ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ ഓഫ് ചെയ്തിവിടെ മാറ്റി വെക്കാം. ഓക്കെ, നമുക്ക് മട്ടൻ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് നല്ല കോക്കനട്ട് മിൽക്ക് ഇല്ല, തിക്കായിട്ടുള്ള അതിന് കുറച്ച് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം 2-3 ടേബിൾ സ്പൂൺ നല്ല കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അല്ലേ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കടുവറുത്തത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. കടുവറുത്ത ഈ കടുക് വറുത്ത പാത്രത്തിലിട്ട് നമ്മളിങ്ങനെ ഗ്രേവി ഒഴിച്ചെടുക്കുന്നുണ്ട്. ടേസ്റ്റ് തന്നെ വരും. ഓക്കെ, ആ ഗ്രേവി കുറച്ച് അതിനകത്തിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുമ്പം ഇതിൻ്റെ ടേസ്റ്റ് കൂടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കോക്കനട്ട് മിൽക്കിലുള്ള മട്ടൻ കറി റെഡിയായി. ഓക്കെ,
അപ്പോൾ ഞാൻ സെർവിങ് ബൗളിലോട്ട് മറ്റേ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ. ഞാൻ ഓണിയൻ ചെറിയ ഉള്ളി വഴറ്റിയപ്പോൾ കുറച്ച് സാൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഒരു സെർവിങ് ബൗളിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇങ്ങനെ ആവി വറക്കുന്ന മട്ടൻ കോക്കനട്ട് മിൽക്ക് കറി റെഡി ആയിട്ടിരിക്കുന്നു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുക. റൈസൊക്കെ എടുത്തിട്ട് ഇത് മട്ടൻ നന്നായിട്ട് വെന്തിട്ടൊക്കെയാണ് ഉണ്ടോ, വെന്തിട്ടൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും. ഈ റൈസ് പോലെ അല്ലെങ്കിൽ പ്ലെയിൻ റൈസോ നമ്മുടെ ചുമന്ന റൈസിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന അടിപൊളി കറിയൊക്കെ. മസാലയൊക്കെ ഇട്ടിട്ട് തന്നെ പിന്നെ ഒന്ന് കുറച്ച് നേരം 10 മിനിറ്റ്സ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടായിരുന്നു. അപ്പം നന്നായിട്ട് മസാലയൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കോക്കനട്ട് മിൽക്കിലൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇനി വേറെ റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.